ഹായ് സ്റ്റുഡൻസ്, ഫോക്കസ് സ്പെഷ്യൽ ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ബയോളജിയിലെ മൂന്നാമത്തെ ചാപ്റ്ററായ കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാസിസ് എന്ന ചാപ്റ്ററാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ചാപ്റ്ററിൽ ഇലക്ട്രിക്കൽ കോർഡിനേഷനെ കുറിച്ചാണ് പഠിച്ചത്. ഈ ചാപ്റ്ററിൽ കെമിക്കൽ കോർഡിനേഷനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. കെമിക്കൽ കോർഡിനേഷൻ നടത്തുന്നത് ഹോർമോൺസുകളാണ്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻസിനെ എൻഡോക്രൈൻ ഗ്ലാൻസുകൾ എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എൻഡോക്രൈൻ ഗ്ലാൻസ് ആർ കാൾഡ് ഡക്റ്റിലസ് ഗ്ലാൻസ്. വൈ? എൻഡോക്രൈൻ ഗ്ലാൻസിനെ നാളീരഹിത ഗ്രന്ഥികൾ അല്ലെങ്കിൽ ഡക്റ്റിലസ് ഗ്ലാൻസ് എന്നാണ് പറയുന്നത്. അതിന്റെ കാരണം എൻഡോക്രൈൻ ഗ്ലാൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ഡയറക്റ്റ് ആയിട്ട് ബ്ലഡിലോട്ട് റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന്റെ സൈറ്റ് ഓഫ് ആക്ഷനിൽ എത്തുന്നതിന് പ്രത്യേകിച്ച് കുഴൽ സംവിധാനം അല്ലെങ്കിൽ ഡക്റ്റ് സംവിധാനം ഇല്ലാത്തത് കൊണ്ടാണ് എൻഡോക്രൈൻ ഗ്ലാൻസിനെ ഡക്റ്റിലസ് ഗ്ലാൻസുകൾ എന്ന് പറയുന്നത്. ഇതിൽ ആദ്യമായിട്ടും വളരെ പ്രധാനമായിട്ടും ഓണം എക്സാമിനേഷൻ അല്ലെ ഫസ്റ്റ് ടേമിൽ എക്സാമിനേഷൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എൻഡോക്രൈൻ ഗ്ലാൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസുകൾ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, അതായത് മെക്കാനിസം ഓഫ് ഹോർമോൺ ആക്ഷൻ. ബ്ലഡ് വഴിയാണ് എൻഡോക്രൈൻ ഗ്ലാൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് അതിന്റെ സൈറ്റിൽ എത്തുന്നത്. നിങ്ങൾ ടെക്സ്റ്റിൽ അതിന്റെ പടം കൊടുത്തിട്ടുണ്ട്. ബ്ലഡിലൂടെ ഹോർമോൺസ് വരുന്നു. ആ ഹോർമോൺസ് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും പോകും. എന്നാൽ അതിന്റെ ആക്ഷൻ നടക്കുന്നത് ആ സ്ഥലത്ത് അതിന്റെ റെസപ്റ്റർ ഉണ്ടായിരിക്കും. എവിടെയാണോ ഒരു ഹോർമോണിന്റെ റെസപ്റ്റർ ഉള്ളത് അവിടെ മാത്രമേ ആ ഹോർമോണിനെ റിസീവ് ചെയ്യൂ. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്കൊരു അല്പം കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പറ്റും. ഒരു ലോക്ക് ആൻഡ് കീ മോഡൽ പോലെ. ഹോർമോൺ ബ്ലഡ് വഴിയാണ് വരുന്നത്. ബ്ലഡിൽ വഴി വരുന്ന ഹോർമോൺസ് നിങ്ങളൊരു കീ ആണെന്ന് സങ്കല്പിക്കുക. ഇത് ശരീരത്തിലെ ഏത് ഭാഗത്ത് പോയിരുന്നാലും അതിന്റെ ലോക്ക് എവിടെയാണോ, അതാണ് റെസപ്റ്റർ. ലോക്ക് എവിടെയാണോ അവിടെ മാത്രമേ അത് ബൈൻഡ് ചെയ്യൂ. എന്ന് പറഞ്ഞാൽ ഓരോ ഹോർമോണിനും അതിൻ്റെതായ പ്രത്യേക റെസപ്റ്റർ ഉണ്ട്. ഇറ്റ് ഈസ് ഹൈലി സ്പെസിഫിക്. അത് നിങ്ങളുടെ ടെക്സ്റ്റിൽ അതിന്റെ പടം കൊടുത്തിട്ടുണ്ട്. ഹോർമോൺ ബ്ലഡ് വഴി വരുന്നു. ബ്ലഡ് വഴി വരുന്ന ഹോർമോൺ അതിന്റെ റെസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്ത് ഹോർമോൺ റെസപ്റ്റർ കോംപ്ലക്സ് ആയിട്ട് മാറും. ഈ മെസ്സേജ് അതിന്റെ സൈറ്റ് ഓഫ് ആക്ഷനിൽ എത്തുമ്പോഴത്തേക്കും, അതായത് ഹോർമോൺ റെസപ്റ്റർ കോംപ്ലക്സ് ആയിട്ട് മാറി കഴിയുമ്പോഴത്തേക്കും അതിനുള്ളിലെ എൻസൈംസുകൾ ആക്ടിവേറ്റ് ചെയ്യുകയും ഹോർമോണിന്റെ റിയാക്ഷൻ അവിടെ നടക്കുകയും ചെയ്യും. അപ്പൊ ആക്ച്വലി ആ പ്രോസസ് നടത്തുന്നത് എൻസൈംസുകളാണ്. ഹോർമോൺ അവിടെ ഒരു മെസ്സഞ്ചറിന്റെ റോളാണ് നിർവഹിച്ചത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ആ ഫിഗർ നല്ല ഭംഗിയായിട്ട് നോക്കണം, അത് പഠിക്കണം. ഹോർമോൺ ബ്ലഡ് വഴി വരുന്നു, അത് റെസപ്റ്ററുമായി കമ്പൈൻ ചെയ്ത് ഹോർമോൺ റെസപ്റ്റർ കോംപ്ലക്സ് ആയിട്ട് മാറുന്നു. അപ്പോഴത് ചില എൻസൈംസുകളെ സ്റ്റിമുലേറ്റ് ചെയ്യും. അതിന്റെ ഫലമായിട്ട് ആ സെല്ലിനകത്ത് അല്ലെങ്കിൽ അതിന്റെ സൈറ്റ് ഓഫ് ആക്ഷൻ എവിടെയാണോ അതിന്റെ പ്രവർത്തനം നടക്കുന്നത് ആ സ്ഥലത്ത് ഒരു റിയാക്ഷൻ, ഒരു പ്രത്യേക കെമിക്കൽ റിയാക്ഷൻ നടക്കുകയും അതിന്റെ ഫലമായിട്ട് എന്തെങ്കിലും മാറ്റം ശരീരത്തിൽ ഉണ്ടാവുകയും ചെയ്യും. ഇത് വളരെ വിശദമായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു ബോക്സിൽ ഈ പടത്തിന്റെ താഴെ കൊടുത്തിട്ടുണ്ട്. അത് ഭംഗിയായിട്ട് വായിച്ച് പഠിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് അതിനകത്ത് ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഹോർമോണുകളും അവ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് എൻഡോക്രൈൻ ഗ്ലാൻസിൽ നിന്നാണ്, അതിന്റെ ഡിഫക്റ്റ് കൊണ്ട് എന്തൊക്കെ ഡിസീസുകളാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യേണ്ടത്. വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഒന്നാമതായി പഠിക്കാനുള്ളത് പാൻക്രിയാസ് എന്ന ഗ്ലാൻഡിനെ കുറിച്ചാണ്. നിങ്ങൾക്കറിയാം, പാൻക്രിയാസ് എന്ന് പറയുന്ന ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് മാത്രമല്ല, അതൊരു എക്സോക്രൈൻ ഗ്ലാൻഡ് കൂടെയാണ്. കാരണം പാൻക്രിയാസ് എൻസൈംസുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പാൻക്രിയാസിൽ എൻഡോക്രൈൻ ഫംഗ്ഷൻ നിർവഹിക്കുന്ന സെൽസുകളെ പറയുന്ന വാക്കാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്നത്. ആ പേര് നിങ്ങൾ ഓർമ്മിച്ചോളണം. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്നാണ് ആ സെല്ലിന്റെ പേര്. അത് എൻഡോക്രൈൻ ഫംഗ്ഷൻ നിർവഹിക്കുന്ന സെല്ലാണ്. അതിനെ പറയുന്ന വാക്കാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഈ പേര് വരാനുള്ള കാരണം നിങ്ങൾ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ല. അത് കണ്ടെത്തിയ ആളിന്റെ പേര് പാൾ ലാംഗർഹാൻസ് ആണ്. ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ രണ്ട് തരത്തിലുള്ള സെല്ലുണ്ട്, ആൽഫ സെല്ലും ബീറ്റ സെല്ലും. ആൽഫ സെല്ലും ബീറ്റ സെല്ലും. നിങ്ങൾ ടെക്സ്റ്റിൽ അതിന്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ആൽഫ സെല്ലും ബീറ്റ സെല്ലും. ആൽഫ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിനെ ഗ്ലൂക്കഗോൺ എന്ന് പറയും. ബീറ്റ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഇൻസുലിൻ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിന്റെ ആൽഫ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ഗ്ലൂക്കഗോൺ, ബീറ്റ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ.
ഇതിന്റെ ഫംഗ്ഷൻ നിങ്ങളെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ബോഡിയിൽ ഗ്ലൂക്കോസിന്റെ നോർമൽ ലെവൽ അവിടെ കൊടുത്തിട്ടുണ്ട് 70 to 110 മില്ലിഗ്രാം പെർ 100 ml. നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട് 70 to 110 മില്ലിഗ്രാം പെർ 100 ml. അതായത് 100 ml ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 70 മുതൽ 110 മില്ലിഗ്രാം വരെ കാണും. ഇപ്പൊ ഷുഗറിന്റെ അളവ് കൃത്യമായിട്ട് നിലനിർത്തുന്നത് ഈ രണ്ട് ഹോർമോണുകളും കൂടെയാണ്, ഇൻസുലിനും ഗ്ലൂക്കോഗോണും. അവിടെ നിങ്ങളൊരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, ഇൻസുലിൻ എന്ന് പറയുന്നത് ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ ലെവല് കുറയ്ക്കുന്ന ഹോർമോൺ. എന്നാൽ ഗ്ലൂക്കഗോൺ ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ ലെവല് കൂട്ടുന്ന ഹോർമോൺ. ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ നോർമൽ ലെവൽ എത്രയാണെന്ന് ഞാൻ പറഞ്ഞു, അത് ഭംഗിയായിട്ട് പഠിച്ചോളണം. വളരെ പ്രധാനപ്പെട്ട ഒരു വൺവേർഡ് ആണത്. അപ്പൊ ഇൻസുലിന്റെ ഫംഗ്ഷൻ നിങ്ങളെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. സെല്ലുലാർ അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂൾ, സെല്ലിനകത്തോട്ട് ഗ്ലൂക്കോസ് മോളിക്യൂൾസിനെ കടക്കാൻ സഹായിക്കുക. അപ്പോൾ ബ്ലഡിൽ കുറയും, സെല്ലിനകത്തോട്ട് കടന്നു കഴിയുമ്പോൾ ബ്ലഡിൽ കുറയും. അതുപോലെ തന്നെ കൺവെർട്ട് ഗ്ലൂക്കോസ് ഇൻ ടു ഗ്ലൈക്കോജൻ ഇൻ ദ ലിവർ ആൻഡ് മസിൽ. ബ്ലഡിലുള്ള ഗ്ലൂക്കോസിനെ കൺവെർട്ട് ചെയ്ത് ഗ്ലൈക്കോജനാക്കി മാറ്റി ലിവറിലും മസിലിലും ഒക്കെ സ്റ്റോർ ചെയ്യുക. അപ്പൊ ഈ രണ്ട് രീതിയിലും കൂടെ ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ ലെവല് കുറയ്ക്കുകയാണ് ഇൻസുലിൻ ചെയ്യുന്നത്. ഓർമ്മിക്കുക, ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ ലെവൽ കുറയ്ക്കുന്ന ഒരു ഹോർമോണാണ് ഇൻസുലിൻ. അതായത് കൂടിയാൽ, ഈ നോർമൽ ലെവലിൽ നിന്ന് കൂടിയാൽ കുറയ്ക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് റിയാക്ഷനാണ് ഗ്ലൂക്കഗോൺ. ഗ്ലൂക്കഗോൺ എന്താ ചെയ്യുന്നത്? നേരെ ഓപ്പോസിറ്റ്. അതായത് ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ ലെവൽ കുറഞ്ഞാൽ ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ ലെവൽ കൂട്ടണം. അപ്പോഴെന്ത് ചെയ്യും? ഗ്ലൂക്കഗോൺ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും, കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഗ്ലൂക്കഗോൺ എന്ത് ചെയ്യും? കൺവെർട്ട് ഗ്ലൈക്കോജൻ സ്റ്റോർഡ് ഇൻ ലിവർ ആൻഡ് മസിൽ ടു ഗ്ലൂക്കോസ്. നേരത്തെ ഇൻസുലിൻ എന്ത് ചെയ്തു? ബ്ലഡിലുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി. ഗ്ലൂക്കഗോൺ ഈ ഗ്ലൈക്കോജനെ കൺവെർട്ട് ചെയ്ത് ഗ്ലൂക്കോസ് ആക്കി മാറ്റും. ഇതാണ് ചെയ്യുന്നത്. അപ്പൊ ബ്ലഡിൽ കൂടും. അതുപോലെ തന്നെ സിന്തസിസ് ഓഫ് ഗ്ലൂക്കോസ് ഫ്രം അമിനോ ആസിഡ്, ഗ്ലൈക്കോജനെ വളരെ കൂടുതലായിട്ട് കൺവെർട്ട് ചെയ്യാതെ അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസിനെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഏത് രീതിയിലായിരുന്നാലും ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ ലെവൽ കൂട്ടുക എന്നുള്ളതാണ് ഗ്ലൂക്കഗോണിന്റെ ഫംഗ്ഷൻ. അവിടെ നിങ്ങൾക്ക് ഈ ഫംഗ്ഷൻ പരീക്ഷ എക്സാമിനേഷന് ചോദിക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് കൃത്യമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ അതിനകത്ത് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കും. നിങ്ങൾ ഇപ്പൊ ഈ കാണുന്ന ഈ ചാർട്ട്, സ്ക്രീനിലുള്ള ചാർട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ നോർമൽ ലെവൽ 70 to 110 മില്ലിഗ്രാം പെർ 100 ml. ഇതിനിടയിലായിരിക്കും കണ്ട, ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ ലെവൽ ഹൈ ആവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് കൂടുകയാണെന്നുണ്ടെങ്കിൽ, സ്വാഭാവികമായും ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ ലെവൽ എന്ത് ചെയ്യണം? കുറയ്ക്കണം. ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ ലെവൽ കുറയ്ക്കുന്നത് ആരാണ്? ഇൻസുലിനാണ്. അപ്പൊ ഇൻസുലിന്റെ പ്രൊഡക്ഷൻ കൂടും, ഗ്ലൂക്കോഗോണിന്റെ പ്രൊഡക്ഷൻ കുറയും. അപ്പൊ പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ ഇൻക്രീസസ്. ഹൈ ആവുമ്പോഴത്തേക്കും പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ ഇൻക്രീസസ്, പ്രൊഡക്ഷൻ ഓഫ് ഗ്ലൂക്കോഗോൺ ഡിക്രീസസ്. എന്നാൽ ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ ലെവൽ നോർമൽ ലെവലിനെക്കാളും കുറയുകയാണെന്നുണ്ടെങ്കിലോ, അപ്പൊ ബ്ലഡിൽ എന്ത് ചെയ്യണം? കൂട്ടണം. അപ്പോൾ പ്രൊഡക്ഷൻ ഓഫ് ഗ്ലൂക്കോഗോൺ ഇൻക്രീസസ്, എങ്കിലേ ഗ്ലൂക്കോസിനെ കൂട്ടാൻ പറ്റുള്ളൂ. പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ ഡിക്രീസസ്. അപ്പോൾ ബ്ലഡിൽ ലോ ആവുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ സംഭവിക്കും? ബ്ലഡിൽ ഹൈ ആവുകയാണെങ്കിൽ എങ്ങനെ സംഭവിക്കും? ഇത് വളരെ എക്സാമിനേഷന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വളരെ ശ്രദ്ധിച്ച് പഠിച്ചോളണം. ഇത് ഇവിടെ നിർത്തുകയാണ്. ഇതിന്റെ അടുത്ത ഭാഗം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.